ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചു. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പാടെ കാപ്പിയൊക്കെ കുടിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് വർക്കുണ്ട്, അപ്പോൾ അതിന് പോകണം. കാപ്പിയും കുടിച്ച് വഴിയിലോട്ട് വായി നോക്കിയിരുന്നപ്പോഴാണ് കേട്ടോ അത് ഈ ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ മത്തനയിൽ കായൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും വെള്ളമൊക്കെ ഒഴിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു ബലം ഉണ്ടായി. പിന്നെ നമ്മുടെ വഴുതന ഇവിടെ എന്തിനോ വേണ്ടി നിൽപ്പുണ്ട്. ഒരെണ്ണം ആകെ ഉണ്ടായിട്ടുള്ളൂ. അതാണെങ്കിൽ വളരൊന്നുമില്ല. വളവും വെള്ളവും ഒക്കെ അതിന് കൊടുക്കുന്നുണ്ട്, വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ എന്നും കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പം എന്നും രാവിലെ എഴുന്നേറ്റ് പാടെ ഇപ്പം കുറച്ച് വെള്ളം ചെടിക്ക് ഒഴിക്കും കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ചെടിയൊക്കെ ഇങ്ങനെ കരിയാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് ഞാൻ കുറച്ചാണെങ്കിലും ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാറുണ്ട്. വൈകുന്നേരം ആണെങ്കിലും വന്നിട്ട് ചില ദിവസം വെള്ളം ഒഴിക്കും. പപ്പ ആണെങ്കിൽ ലൈനായിട്ട് അവിടെ കുറേ ബന്ദി നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങ് തൊട്ട് അങ്ങ് വരെ നീളത്തിലാണ് നട്ടേക്കുന്നത്. അപ്പോൾ അതിന് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ചീറ്റിച്ചൊഴിക്കും. പിന്നെ റോസയൊക്കെ എന്നും പൂടാറുണ്ട് കേട്ടോ. വളം ഇട്ട് കൊടുക്കുന്നതിന് ആകെപ്പാടെ എന്തെങ്കിലും ഗുണമുള്ളത് റോസയെ മാത്രമാണ്. ഈ ചെടിച്ചട്ടിയിൽ ബാക്കി ഉണ്ടായിരുന്ന ചെടിയൊക്കെ കരിഞ്ഞുപോയി. അപ്പം ഞാൻ അതിനെ ഇവിടെ കൊണ്ടിങ്ങനെ വിൽക്കൂട്ടു. നമ്മൾ ഓസ് കണക്ട് ചെയ്ത് വെള്ളം എടുക്കുന്ന സമയത്ത് അതിനിട്ടിട്ട് വെള്ളം വീഴാറുണ്ട്. അപ്പം ആ സംഭവം അവിടെ കൊണ്ടുപോയി വെക്കുന്നതുകൊണ്ട് അതിലേക്ക് വെള്ളം വീണോളും. അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ നെക്സ്റ്റ് പരിപാടി മുറ്റടിക്കുക എന്നുള്ളതാണ്. കുറേ ദിവസമായിട്ട് ഞാൻ ഇവിടെ അടിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്നും അടിച്ചതുകൊണ്ട് കുറച്ച് വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ പുല്ല് കരിയിച്ചുകൊണ്ട് നമ്മൾ അടിക്കുന്ന കൂട്ടത്തിൽ ആ പുല്ല് മുഴുവൻ ഇങ്ങ് പോരും കേട്ടോ, പറഞ്ഞു പോരും. അങ്ങനെ വന്ന് അവിടെ അത്യാവശ്യം നല്ല വൃത്തിയായി. അപ്പോൾ ചേട്ടായിക്ക് ബക്കറ്റിൽ വെള്ളം കോരി ഒഴിക്കാനുള്ള ഡ്യൂട്ടി കൊടുത്തു കേട്ടോ. പുല്ല് കരിക്കാൻ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ പോയിട്ട് ഒരു ചെടിയും കൂടെ ദേ കരിച്ച് വെച്ചേക്കുന്നു. അതിന് മേളിലായിട്ട് ആകെപ്പാട് 4-5 ഇല മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതൊരു വർഷം മുന്നേ കണ്ട് ഞാൻ വെച്ചതാണ് കേട്ടോ. പക്ഷെ കുറേ നാളായിട്ടോ അങ്ങനെ തന്നെ നിൽക്കുവാണ്. ഒരു കുഞ്ഞ് കമ്പ് വെച്ചിട്ട് കുറേയധികം ശിഖരങ്ങളൊക്കെ ഉണ്ടായി, പക്ഷെ ഇതുവരെ പൂ ഇട്ടിട്ടില്ല. ആ ഭാഗത്ത് വെച്ചോണ്ടാണോ എന്നറിയില്ല. ഇനി അതിൽ നിന്ന് തണ്ട് മുറിച്ചിട്ട് വേണം ഇപ്പുറത്തോട്ട് വെക്കാൻ. ഇതിനകത്ത് ആകെപ്പാടെ ഇപ്പോൾ കുറച്ച് ഇലകളേ ഉള്ളൂ. അപ്പോൾ എന്നും ഞാനിപ്പോൾ അതിനും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും പുരോഗമനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ എൻ്റെ മുറ്റടിയും കഴിഞ്ഞു. പിന്നെ പോയിട്ട് ഞങ്ങൾ മീനിൻ്റെ തൊട്ടിക്കകത്ത് വെള്ളം നിറച്ച് വെച്ചു കിട്ടും. ഇതിന് ചെറിയ ലീക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ വെള്ളം പോയിട്ടോ എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഇതിന് ലീക്ക് അടച്ചു. പക്ഷെ വെള്ളം അധികം നിറച്ച് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് സമയം കിട്ടിയപ്പോൾ അതിനകത്ത് വെള്ളവും നിറച്ച് വെച്ച് മീൻ തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആകെപ്പാടെ മൊത്തം വൃത്തികേടായിട്ടാട്ടോ എല്ലായിടവും കിടക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കേക്കൊക്കെ കഴിക്കുമ്പോൾ കുറേ താഴെ പോകും കേട്ടോ. അപ്പം അന്നേരമൊക്കെ തന്നെ കുറേ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും അവിടെ ചവിട്ടി തേച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സംഭവം വെച്ചിട്ടാണ്. അപ്പോൾ ഇത് അഗാരോ റോയൽ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് മണിക്കൂർ കണക്കിന് പണിയെടുത്ത് കഷ്ടപ്പെടേണ്ട. അപ്പോൾ ഇത് നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു 3 to 4 hours റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 60 to 90 minutes നമുക്ക് ചാർജ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഓൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് 2 സ്പീഡ് ഉണ്ട് കേട്ടോ. ലോ സ്പീഡിലും ഇടാം, നമുക്ക് ഹൈ സ്പീഡിലും ഇടാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരുപാട് ബ്രഷുകളുണ്ട്. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഈ ഒരു വെൽക്രോ ഹെഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ഇതിലേക്കാണ് കേട്ടോ ബാക്കി ബ്രഷുകളൊക്കെ നമ്മൾ പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഓരോ ബ്രഷിനും ഓരോ ഉപയോഗമാണ്. അപ്പോൾ ഇത് വൂൾ ക്ലോത്ത് ആണ്, പോളിഷ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഇതേപോലെ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ തടിയും അതുപോലെ നമ്മൾ പോളിഷ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് പോളിഷ് ചെയ്യാം. പിന്നെ വരുന്നത് ഈ ഒരു ഫൈബർ സ്പോഞ്ചാണ്. നമുക്ക് സിങ്ക് ഒക്കെ കഴുകാനായിട്ട് ആ ഒരു ഭാഗത്ത് സിങ്ക്, ഗ്യാസ് അവിടെയൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ലാർജ് ബ്രിസിൽ ബ്രഷ് നമുക്ക് കണ്ണാടിയൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഈ ടൈപ്പ് ഹെഡുകളാണ് കേട്ടോ. അപ്പോൾ ഇത് സ്മോൾ ബ്രിസിൽ ബ്രഷ് ആണ്. ഇതിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് സിങ്ക് ഒക്കെ കഴുകാനും വാഷ് ബേസിൻ പോലത്തെ ചെറിയ ഏരിയ ഒക്കെ കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ വരുന്നത് ഈ ഒരു പോയിന്റ് ആൻഡ് ബ്രിസിൽ ബ്രഷ് ആണ് കേട്ടോ. ഇത് നമുക്ക് കോർണറിലും അതുപോലെ തന്നെ ഈ ഒരു അടിഭാഗത്ത് ഇടഭാഗത്ത് അങ്ങനെയൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ. പിന്നെ ഈ ഒരു ലാർജ് ബ്രിസിൽ ബ്രഷാണ്. ഇത് നമുക്ക് വലിയ ഏരിയ, ബാത്റൂം, തറ അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വൃത്തിയാക്കണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇതിനെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നമുക്ക് എത്ര വേണമെങ്കിലും ലോങ് ആക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല നീളം കൂട്ടാൻ പറ്റും. റിട്രാക്റ്റബിൾ ഹാൻഡിലാണ്. അപ്പോൾ ഇത് 52 ഇഞ്ച് വരെ നമുക്ക് ഫുൾ ലോങ് ആയിട്ട് നീളം കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് നീട്ടിയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഭയങ്കര യൂസ്ഫുൾ ആണ്. കുനിങ്ങി നിന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് തന്നെ നമുക്ക് എല്ലാ പണികളും എളുപ്പത്തിൽ തീരും. അത് വേഗം തന്നെ കഴിയും കേട്ടോ. നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ചേട്ടാ അതിനെ ഫുൾ നീളത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഭിത്തിയിലൊക്കെ തൂക്കി ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതിനെ നമുക്ക് ഭിത്തിയിൽ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ തൂക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സംഭവത്തിന് ഇതിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കിടന്നോളും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ സീപ്പോട്ട് കണക്ടറും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാത്റൂമിനെ തറയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വലിയ ബ്രിസിൽ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഇതേപോലെ വൃത്തിയാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വലിയ ഉരച്ച് കഴുകുന്ന പാടൊന്നും വരില്ല. പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ലോഷൻ
ഇട്ടിട്ട് ഇതേപോലെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ കഴിയുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നല്ലോണം വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു സ്മോൾ ബസിൽ ബ്രഷ് വെച്ചിട്ട് ഈ ഒരു സിങ്ക് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. സിങ്കിൽ അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു. അപ്പോൾ ഈ സിങ്ക് ക്ലീൻ ആക്കുന്നുണ്ട്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞപ്പം ഇപ്പോഴാണ് വർക്ക് കഴിഞ്ഞു വന്നിരുന്നത്. അവിടെ അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു. ഈ ഒരു പൈപ്പിൻ്റെ ഇടഭാഗം അതുപോലെ തന്നെ ആ ഒരു ഹാൻഡിലിൻ്റെ ഇടഭാഗമൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിൻറ്റഡ് ബ്രഷ് വെച്ചിട്ട് എളുപ്പത്തിൽ ആ ഭാഗമൊക്കെ വൃത്തിയാക്കാൻ പറ്റും. അവിടെ വൃത്തിയാക്കാനാണല്ലോ നമുക്ക് ഏറ്റവും പാട് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു ഡിഫറൻസ് കാണാനുണ്ട്. അങ്ങനെ ആ ഒരു ഡ്യൂട്ടിയും കഴിഞ്ഞു. നെക്സ്റ്റ് പിന്നെ തറ തുടക്കലായിരുന്നു കേട്ടോ. ആ ഡ്യൂട്ടി ചേട്ടായി ചെയ്തോളാം എന്ന് പറഞ്ഞു. ഓൾറെഡി അടിച്ച് വാരുകൊണ്ട് പിന്നെ ആ പരിപാടിയില്ല. തറ ആദ്യം ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സോപ്പോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള എന്ത് വെള്ളം ചെയ്യാം. അപ്പം പതപ്പിച്ച് കഴിഞ്ഞാൽ തെന്നി വീഴുന്നതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് വെള്ളം വെച്ചിട്ട് ചെയ്തുള്ളൂ. അപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ഡേർട്ടും കാര്യങ്ങളൊക്കെ ഇളകി വരും. എന്നിട്ട് ഈ ക്ലോത്ത് ബ്രഷ് വെച്ചിട്ട് എക്സസ് വെള്ളം തുടച്ചെടുക്കാം. അതേപോലെ ഇത് കാറ് കഴുകാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അടുക്കളയിലെ സിങ്കിൻ്റെ അവിടെ വൃത്തിയാക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ ടോപ്പൊക്കെ വൃത്തിയാക്കാൻ ഈ ഒരു ഫൈബർ സ്പോഞ്ച് വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ചടപടേന്ന് അങ്ങനെ ആ ഒരു പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ ഞാൻ വൃത്തിയാക്കുന്നുള്ളൂ. ഇപ്പുറത്തോട്ട് ഗ്യാസ് ഇരിപ്പുണ്ട്. ഗ്യാസ് അത്യാവശ്യം വൃത്തിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ സിങ്കിൻ്റെ മൂല ഈ ഒരു സംഭവം വെച്ച് വൃത്തിയാക്കുന്നുണ്ട്. സിങ്കിൻ്റെ മൂലയാണ് എനിക്ക് എപ്പോഴും പാട് വരുന്നത്. അങ്ങനെ അതും കൂടെ വൃത്തിയാക്കി കഴിഞ്ഞപ്പം അടുക്കളയിലെ പണിയും കഴിഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 11 മണിയാകുമ്പോൾ എനിക്ക് കടയിൽ വർക്ക് ഉള്ളതുകൊണ്ട് രാവിലെ എല്ലാം തീരുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേഗം പരിപാടി തീർന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിലും വേഗം തന്നെ പരിപാടികൾ തീർന്നു. അപ്പോൾ സിങ്കിൻ്റെ താഴ്വശം ക്ലീൻ ആക്കിയപ്പോഴാണ് ഈ ഒരു കാര്യം ഓർത്ത് നമ്മുടെ ഈ ടൈലിൻ്റെ ഇടഭാഗമൊക്കെ വൃത്തിയാക്കാൻ നമുക്ക് ഭയങ്കര പാടല്ലേ. അപ്പോൾ ഈ ഒരു പോയിൻറ്റഡ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടൈലിൻ്റെ ആ ഒരു ലൈൻസ് എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ അതിലൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുന്നതൊക്കെ പെട്ടെന്ന് ഇളകി പോരും കേട്ടോ. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്കും ഒട്ടും സമയമില്ലാത്തവർക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ കഴിയും. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് അടുക്കളയുടെ ആ ഒരു സിങ്കിൻ്റെ ഏരിയ ഫുള്ള് ക്ലീനായി. നെക്സ്റ്റ് ഞാൻ പിന്നെ ഡൈനിങ് ടേബിളും കൂടെ ക്ലീൻ ആക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ലാർജ് ബ്രസിൽ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ കണ്ണാടി എല്ലാ ടൈപ്പ് കണ്ണാടിയും ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം യൂസ് ചെയ്യാം. കണ്ണാടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊക്കോളും. അങ്ങനെ ഒരു മണിക്കൂറും കൊണ്ട് എൻ്റെ ഫുൾ ഡീപ്പ് ക്ലീനിങ്ങും കഴിഞ്ഞു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനും ഭയങ്കര സ്പീഡിൽ എല്ലാ പരിപാടിയും തീർത്തു. പിന്നെ ഈ ബ്രഷൊക്കെ ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. ജസ്റ്റ് പൈപ്പിൻ്റെ ചോട്ടി പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്താൽ മതി. അതിനുശേഷം നല്ലോണം വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി എടുത്ത് വെക്കുക. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ എൻ്റെ കൂടുതൽ ഒരു മാനുവലും വാറണ്ടി കാർഡും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് ഞങ്ങളിതേ കടയിലേക്ക് ഇറങ്ങി. പിന്നെ എനിക്കൊരു ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് പിന്നെ ഒരു 11 ആയപ്പോഴാണ് കടയിലേക്ക് ചെന്നത്. സൺഡേയ്സ് എല്ലാ ആഴ്ചയിലും കടയിൽ പോകാറില്ല. പക്ഷെ പോകുന്നത് എന്തെങ്കിലുമൊക്കെ വർക്ക് വരുമ്പോഴായിരിക്കും. പിന്നെ നമുക്ക് 2-3 വർക്ക് ഉണ്ട്. അപ്പോൾ ചേച്ചിക്ക് സ്മൂത്തനിങ് ഉണ്ട്. അപ്പോൾ അതിനും കൂടണം. അതുപോലെ തന്നെ ഗസ്റ്റ് ലുക്കും ഉണ്ട്. അപ്പോൾ ഞാനിന്ന് മുടിയൊക്കെ പിന്നിട്ടാണ് കേട്ടോ പോകുന്നത്. എപ്പോഴും മുടി അഴിച്ചിട്ട് ഭയങ്കര ഡ്രൈ ആട്ടോ. എന്തെങ്കിലുമൊക്കെ ഷാമ്പൂവും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിക്കിരിക്കും. 2 ദിവസം കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ആവും. അപ്പം പിന്നെയും കാറ്റടിച്ച് കൊളാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും പിന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം മുടിയൊന്ന് വെട്ടണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. എന്തായാലും ന്യൂ ഇയർ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ഒന്നും തലയിലേക്ക് അങ്ങ് വരുന്നില്ല. അപ്പോൾ 1-2 പ്ലാനുകളൊക്കെ ഇങ്ങനെ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യണം. ചെയ്യുന്നത് കൊളാവോ ശരിയാവുമെന്നൊന്നും എനിക്കൊരു ഉറപ്പുമില്ല. എന്നാലും എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ക്രൗൺ ഏരിയ മാത്രം സ്മൂത്ത് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രം നമ്മൾ സ്മൂത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ മാത്രം ആയതുകൊണ്ട് 2-3 മണിക്കൂറിൽ നമ്മുടെ ആ ഒരു പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളിങ്ങനെ മേക്കപ്പിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ക്ലയൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ എറണാകുളത്ത് മിഡാസി പോയപ്പോൾ വാങ്ങിച്ച പെട്ടിയാട്ടോ. ഇതുള്ളതുകൊണ്ട് പിന്നെ എളുപ്പമാണ്. കടയിലായതുകൊണ്ട് ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്ന പാടൊന്നുമില്ല. അപ്പം ഈ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ താഴ്ത്തിയും പൊക്കിയും വെക്കാനൊക്കെ പറ്റും. അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് നോക്കിയെടുക്കാൻ എളുപ്പമാണ്. എൻ്റെ പെട്ടിക്കകത്ത് പിന്നെ എല്ലാം വലിച്ചു വാരി ഇടുമ്പോൾ പാടാട്ടോ. പക്ഷേ എങ്ങോട്ടെങ്കിലും വർക്കിനൊക്കെ പോകുമ്പോൾ ഈ സാധനം കൊണ്ട് പോകാൻ ഇച്ചിരി പാടാണ്. എനിക്കിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പാടാണ്. മറ്റേ നമുക്ക് ഉരുട്ടിക്കൊണ്ട് പോകാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു ബാഗ് നോക്കാത്തത്. മറ്റേ പെട്ടി തന്നെയാണ് എനിക്ക് കുറച്ചുകൂടെ ട്രാവൽ പോകുമ്പോൾ കംഫർട്ട്. അങ്ങനെ നമുക്ക് മേക്കപ്പ് ചെയ്യാനുള്ള ചേച്ചി എത്തി. അപ്പോൾ ചേച്ചീനെ ഇതിന് മുമ്പേ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ഫാഷൻ ഷോയ്ക്ക് ചേച്ചീനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടാണ് മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഇന്ന് നല്ല സിമ്പിളായിട്ടുള്ള മേക്കപ്പ് മതി എന്നാണ് പറഞ്ഞത്. ചേച്ചിയായിട്ട് തോന്നുകയും വേണം, എന്നൊരു ഭംഗിയും വേണം. അങ്ങനെ വളരെ ലൈറ്റായിട്ടുള്ള മേക്കപ്പ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ കസിൻ്റെ വെഡ്ഡിങ്ങിന് പോകാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചേച്ചിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഭയങ്കര
സബ്റ്റിലായിട്ടുള്ള ഒരു മേക്കപ്പ് ആട്ടോ ചെയ്തത്. ചേച്ചിയുടെ മുഖത്ത് ചെറിയ ചെറിയ പാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പാടൊന്നും കവർ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഇട്ട പോലെ ഇരുന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫുൾ കവറേജ് ഒന്നും കൊടുത്തിട്ടല്ല, ജസ്റ്റ് ഒന്ന് ചെറിയൊരു ടച്ചപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. അതുപോലെ ഐ ലുക്കും ഭയങ്കര സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ഐ ലുക്കാട്ടോ കൊടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐ ലുക്കാണ്, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, അതുപോലെ ഭയങ്കര സിമ്പിളും ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഫേസിലെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് 2 സൈഡിലേക്ക് ഇതുപോലെ ബാക്കിലേക്ക് ചെയ്യുന്ന ഹെയർ സ്റ്റൈലാണ് ആൾക്ക് വേണ്ടത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പം ആൾക്ക് ഇഷ്ടമായി. അങ്ങനെ ആ ഒരു ഹെയർ സ്റ്റൈലാട്ടോ ചെയ്തത്. അങ്ങനെ ഫുൾ മേക്കപ്പും കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. സാരി ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ, ആ സാരിയുടെ കളറ്. അതുപോലെ ജിമിക്ക് കമ്മലും കൂടി ഇട്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. 2-3 കമ്മലൊക്കെ ആയിട്ടാണ് ചേച്ചി വന്നത്. അപ്പോൾ ഈ ജിമിക്ക് ഇട്ടപ്പോഴാണ് ഫേസിന് നല്ല ഭംഗി തോന്നിയത്. അങ്ങനെ ഈ മേക്കപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാ സാധനം എടുത്ത് അടുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ വർക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പിന്നെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. സൺഡേ അങ്ങനെ വൈകുന്നേരം വരെ ഒരുപാട് സമയം തുറന്ന് വെക്കാറില്ല, ഇതുപോലെ വർക്കിനനുസരിച്ച് മാത്രമേ തുറന്ന് വെക്കാറുള്ളൂ. അപ്പോൾ പിന്നെ ബുക്ക് ചെയ്തിട്ട് വന്ന വർക്ക് ആയതുകൊണ്ട് നമുക്ക് ആ പരിപാടി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വീട്ടിൽ പോകാമല്ലോ. വർക്ക് ചെയ്യാൻ സമയത്ത് ഭയങ്കര ഇഷ്ടമാണെങ്കിലും വർക്ക് കഴിഞ്ഞുള്ള ഈ ഒരു അടിക്കിപ്പറക്കാണ് നമുക്ക് സമയം പോകുന്നത്. ഇന്ന് പിന്നെ അധികം സാധനങ്ങളൊന്നും എടുക്കേണ്ടി വന്നില്ല. ബ്രൈഡലിൻ്റെ സാധനം എടുക്കലാണ് എനിക്ക് ഏറ്റവും പണി. പെട്ടിക്കകത്തോട്ടെല്ലാം ഞാൻ വാരിയിടും, എന്നിട്ട് വീട്ടിൽ വന്ന് കേട്ടോ ഫുൾ അടുക്കലും ഒതുക്കലും പരിപാടിയും. അങ്ങനെ ചേച്ചിനെ കൂട്ടിക്കൊണ്ട് വന്ന് ചേട്ടൻ ഇവിടെ താഴെയുണ്ട്. ചേട്ടാ അപ്പോഴത്തേക്കും വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴി എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നാൽ ചില്ലീസിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടാ ഓൾറെഡി അതിന് കുറച്ച് മുമ്പങ്ങാനാണ് ചോറ് കഴിച്ചത്. ആശാൻ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പോയിട്ട് നല്ല എന്തായിട്ടൊരു നെയ് റോസ്റ്റ് കഴിച്ചു കേട്ടോ. നെയ് റോസ്റ്റ് എൻ്റെ ഭയങ്കര ഫേവററ്റാണ്. കുറച്ച് നാളും ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല, അടുപ്പിച്ച് കഴിച്ച് ബോറടിച്ചു. അപ്പോൾ പിന്നെ ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, ബോഡി വാഷൊക്കെ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പിയേഴ്സ് വാങ്ങണോ ലെക്സ് വാങ്ങണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ലെക്സിൻ്റെ ഒരു ലാവൻഡർ കളറുണ്ട്, നല്ല സ്മെല്ലാണ്. പക്ഷേ ആ കളർ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഈ ഒരു ലെക്സിൻ്റെ പിങ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ആശാൻ പിയേഴ്സ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫൈനലി പിയേഴ്സ് ആണ് എടുത്തത്. പിന്നെ വീട്ടിലോട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അച്ചാറും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഓരോന്നായിട്ട് പിറക്കി എടുക്കുന്നുണ്ട്. ചേട്ടാ ഇപ്പം ഒന്നും പണിക്ക് പോകുന്നുണ്ട്, ആകെ സൺഡേസ് മാത്രമേ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ ഇറങ്ങിപ്പോയി സാധനം വാങ്ങാൻ സമയം കിട്ടാറുള്ളൂ. ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ നാളായിട്ടോ. അതുകൊണ്ട് പിന്നെ വീട്ടിൽ ചെന്ന വാഴതി ഞാൻ ചെടിക്ക് വളമൊക്കെ ഇടുന്നുണ്ട്. രാവിലെ ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. പിന്നെ ഉച്ചയ്ക്കത്തെ മുട്ടയുടെ തോടും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ചെടിയുടെ ചോട്ടിക്കൊണ്ട് ഇടുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ പഠിക്കാൻ പോയപ്പോഴും പിന്നെ കുറേ വർക്കിനൊക്കെ പോയ സമയത്ത് ഒട്ടും ചെടീനെ ശ്രദ്ധിക്കാൻ നേരമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ ചെടികൾ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വീണ്ടും ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ചെടികളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒപ്പിച്ച് കുറച്ച് നട്ട് വെക്കണമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ പോയിട്ട് ദേഹമൊക്കെ കഴുകിയിട്ട് വന്നു. എന്നിട്ട് തുണിയൊക്കെ അടുക്കി വെക്കുന്നുണ്ട്. തുണി ഇന്നലെ തൊട്ട് അവിടെ കഴുകി ഉണങ്ങി കിടക്കുന്ന കേട്ടോ. അപ്പോൾ എടുത്ത് വെക്കാൻ മടിയായിട്ടങ്ങ് ഇരിക്കുമായിരുന്നു. ഇന്ന് എന്തായാലും മൊത്തത്തിൽ ക്ലീൻ ആക്കിയതല്ലേ, എന്നാൽ പിന്നെ ഇതും കൂടി അങ്ങ് മടക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്രോപ്പ് ടോപ്പൊക്കെ ഞാൻ ഈ ഒരു സൈഡിലായിട്ട് ഹാങ്ങറിലിടുവാട്ടോ ചെയ്യുന്നത്. ഫ്രോക്കും കുർത്തിയെല്ലാം ഈ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു കള്ളിയിൽ വെക്കും. ഈ 2 ഡ്രസ്സല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. സാരി ട്രഡീഷണൽസ് ഒക്കെ വളരെ കുറവാണ്. അത് ആ താഴത്തെ 2 കുഞ്ഞിക്കള്ളിയിൽ മാത്രമേ ഉള്ളൂ. ആ റൈറ്റ് സൈഡിലിരിക്കുന്ന അത്രയും എൻ്റെ ഫ്രോക്കും കുർത്തീസും ആട്ടോ. അതിൽ പകുതിയും എനിക്ക് അനിയത്തി തരുന്ന കേട്ടോ. അവൾ വാങ്ങിച്ചിട്ട് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവൾ പുതിയത് വാങ്ങുമ്പോൾ അതൊക്കെ എനിക്ക് തരും. എനിക്ക് ഫ്രോക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാത്തത് വരെ ചിലപ്പോൾ എടുത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. അതുകൊണ്ട് ഫ്രോക്കിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട്. അങ്ങനെ തുണിയൊക്കെ അടുക്കി പറക്കി വെച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ കറി ആട്ടോ. അങ്ങനെ ഞാനും ചേട്ടാനും കൂടി ഒന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഹാളിൽ പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട്, അതുകൊണ്ട് പിന്നെ കിച്ചണിൽ വന്നിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് നാളെ സ്കൂൾ ഉറങ്ങുമായതുകൊണ്ട് എല്ലാവരും നേരത്തെ കിടന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ നേരം ആകുമ്പോൾ അവർ ഉറങ്ങാറേ ഇല്ല. ഒരു 10-11 മണിയെങ്കിലും ആവും. അവധി സമയത്ത് രാത്രി നല്ലോണം വൈകിയാണ് കിടന്നിരുന്നത്. സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നേരത്തെ കിടത്തി ഉറക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ചിക്കൻ കറിയോട് കൂടെ തൈരും ഉണ്ടായിരുന്നു, പാക്കറ്റ് തൈരാട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ പച്ചത്തൈര്, പച്ചമോര്, പച്ചത്തൈരൊന്നും ഞാൻ അങ്ങനെ ഒരുപാട് കഴിക്കത്തില്ല. പക്ഷേ ഇത് വെറുതെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് ഞാൻ കുറച്ചെടുത്താണ്. എനിക്കിഷ്ടമായി. ചിലതിനൊക്കെ ഭയങ്കര പുളിപ്പും ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ കഴിക്കില്ല കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും തണ്ണിമത്തൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായിക്ക് വയറുവേദനയായിട്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് ഈ മുഖമൊക്കെ ആകെപ്പാട് വാടിയിരിക്കുവാണ്. കുറച്ച് നേരമായി വയറുവേദന തുടങ്ങിയിട്ട്. ഞാൻ പിന്നെ നിർബന്ധിച്ച് എങ്ങനെയോ ഫുഡ് കഴിപ്പിച്ചു. പിന്നെ ഒരു കുഞ്ഞ് തണ്ണിമത്തൻ്റെ പീസും കൂടെ കൊടുത്തു. അതും കൂടി ഇരുന്ന് എങ്ങനെയൊക്കെയോ ആശാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഇരുന്ന് കഴിക്കുന്നു കേട്ടോ. മാള് ഇതിൽ ഉറങ്ങാതെ കറങ്ങി നടപ്പുണ്ട്. അപ്പോൾ ക്യാമറ കണ്ടപ്പോഴത്തേനും ആശാൻ പതുക്കെ മുങ്ങി. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം തിണ്ണയിലൊക്കെ വന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ചേട്ടായിക്ക് വേറെ വേദന ആയതുകൊണ്ട് അപ്പോൾ തന്നെ കിടക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ മുറ്റത്ത് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.